എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മളെ ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. ഞാൻ ഈ സാധനം ഉണ്ടല്ലോ പുതിയത് വാങ്ങിയതാണ്. ഭയങ്കര സൗണ്ടാണ് ഇതിന്. ഭയങ്കര സൗണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ച് സംസാരിക്കുന്നത്. എങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും ഭയങ്കര സൗണ്ടാണ്. ഇതൊരു മഴ പെയ്യുന്ന ദിവസം എന്താണ് നമുക്ക് പരിപാടി നോക്കാം. ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം നമ്മളെ ഫ്രണ്ടിനായിട്ട്. എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെ തന്നെ. ഈ ഒരു കാലാവസ്ഥ പ്രവാസികളൊക്കെ വിചാരിക്കുമ്പോൾ ഇവിടെ ഭയങ്കര സുഖമാണ്. പക്ഷെ നല്ല മഴയാണ്, നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. പക്ഷെ അസുഖങ്ങൾ എന്ന് പറയുന്നത് അതിനേറെയാണ്. എന്തായാലും നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. രാവിലെ നമ്മളുണ്ടല്ല ജിമ്മിന് വേണ്ടിയിട്ട് എണീച്ചതാണ്. അവിടെ ഒരു ഒറ്റ മൈന കാണുന്നുണ്ടാ. അയ്യോ എൻ്റെ കൈയാണ് ഫോക്കസ് ആയിട്ട്. ആ കണ്ട ഒറ്റ മൈനൊക്കെ അവിടെ കാണുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, അടുത്ത മഴക്ക് വേണ്ടിയിട്ട് ആകാശവും എല്ലാതും ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട്. ഇത് അടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഓവർ ശബ്ദം, ഇവിടുന്ന് കുറച്ചിങ്ങനെ അകലെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കേൾക്കാത്ത അവസ്ഥ. കണ്ടില്ലേ, അടുത്തൊരു മഴക്കായിട്ട് സെറ്റായി നിൽക്കുന്നുണ്ടാ. ഇനി നമുക്ക് കുളം കാണിച്ചു തരാം. കുറച്ച് മുമ്പൊക്കെ നമ്മളിതിൽ കുളിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പം എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ല, ഇതിലത്തെ ഫുള്ള് വെള്ളം കയറിയിരിക്കുകയാണ്. നമുക്ക് മീൻ പിടിക്കുന്ന ഒരു വ്ളോഗ് ഇട്ടാലാ, നിങ്ങൾ പറയട്ടെ എന്തായാലും. അപ്പം അടുത്തൊരു മഴയ്ക്ക് വേണ്ടി പ്രകൃതി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ചെറിയൊരു വെയിൽ വന്ന് ഇതൊക്കെയാണ് അവസ്ഥ. ഫുള്ള് ഇവിടെ ഒരു പച്ചപ്പ് മൂടാണ്. നമ്മളെ വീട്ടില് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ എവിടെ പോയി കഴിഞ്ഞാലും ഉണ്ടല്ലോ, നമ്മളെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ തിരിച്ചെങ്ങനെ നമ്മളെ വീട്ടിൽ വന്നിട്ട് നിൽക്കണതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം എന്തൊരു സുഖാന്ന് പറയാം. നല്ല ഫുഡ്, നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ. അപ്പൊ അതൊക്കെയാണ് അതിൻ്റെയൊക്കെ കഥകൾ. അപ്പൊ നോക്കാം. നമ്മുടെ കപ്പ ഇവിടെ സെറ്റായിട്ടുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളിതാ കപ്പയും ബീഫുമാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ബീഫ് ഞാനിന്ന് രാവിലെ തന്നെ പോയി വാങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, കുറച്ച് ബിസിയാണ്. ബീഫ് ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇന്ന് രാവിലെ പോയി വാങ്ങിയതാണ്. എന്തായാലും നമുക്ക് വന്നിട്ട് ഇനി കഴിക്കണത് കാണാം. അതിന് മുമ്പ് കുറച്ച് പരിപാടികളുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള കപ്പ ഉണ്ട് കേട്ടോ. എനിക്ക് വേവിച്ചിട്ട് ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും നമുക്കിതൊക്കെ ഒന്ന് കഴിച്ച് നോക്കണ്ടേ, കാണാം. അതിൻ്റെ ഒപ്പം തന്നെ കഴിക്കാനേ നല്ല ബീഫ് കറി ഉണ്ട് കേട്ടോ. എന്തായാലും ഇതൊക്കെ നമുക്ക് കഴിക്കണ വീഡിയോ കാണാം. പുക ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ മുഴുവൻ പുകയായിട്ടാണ്. കപ്പ ബീഫ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതേട്ടാ നമ്മുടെ മെയിൻ ഐറ്റം. ഇതെല്ലാം ഉണ്ടെങ്കിൽ ചമ്മന്തി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിനൊരു കോംബോ ഫീൽ അങ്ങ് കിട്ടില്ല കേട്ടോ. എന്നാൽ പിന്നെ എങ്ങനെ കഴിക്കല്ലേ. കണ്ട നമ്മുടെ മുതൽ ഇവിടെ റെഡി ആയിട്ട് നിൽക്കേണ്ട. വാ, ഇനി അങ്ങ് കഴിക്കാം. ഒറ്റ കാര്യം വിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യണം. കഴിക്കണമെന്ന് ഞാൻ അവിടെ കാണിക്കില്ല. നന്നായി ഭക്ഷണം കഴിക്കുക. പൈസ ഒന്നും കൂട്ടി വെക്കണ്ടട്ടാ, മരണം അൺഎക്സ്പെക്റ്റഡ് ആണ്. അപ്പോൾ എങ്ങനെ പൊളിക്കല്ലേ. ഇത് കണ്ട, ഇത് നല്ല നാടൻ കപ്പേണ്ട. അതുകൊണ്ടാണ് അതിങ്ങനെ സോഫ്റ്റായിട്ട് ഉടഞ്ഞു വന്നിട്ടുള്ളത്. അത് കുറച്ച് ചമ്മന്തിയിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ വാവ് നൈസ്. ഇനി ഇതിങ്ങ് ഓണാക്കിയിട്ടേ ആ ബീഫിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് കൈ പൊള്ളിയിട്ട് വയ്യ, ഇതും അങ്ങ് കഴിക്കുക.